നിങ്ങളിനി കാണാൻ പോകുന്നത് KPCC ഓഫീസിൽ നിന്നുള്ള വാർത്താ സമ്മേളനമല്ല, ചില കേരള മാധ്യമങ്ങളുടെ നിഷ്പക്ഷ വാർത്താ വിശകലനമാണ്. സ്വന്തം നേതാക്കൾ കേന്ദ്ര ഏജൻസികളുടെ മുന്നിൽ മുട്ടിടിച്ച് നിൽക്കുമ്പോൾ അതിനെതിരെ മിണ്ടാൻ നട്ടലില്ലാത്ത UDFും അവരുടെ കുഴലൂത്തുകാരായ ചില അവതാരകരും കൂടി ഇപ്പോൾ ഒരു പുതിയ നാടകം തുടങ്ങിയിട്ടുണ്ട്. സ്മൃതി പരുത്തിക്കാടിൻ്റെ CMRL ചർച്ച അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. എന്ത് സേവനമാണ് നൽകിയത്, എന്താണ് വായ്പ എന്നൊക്കെ ചോദിച്ച് തൊണ്ട പൊട്ടിക്കുന്ന സ്മൃതിക്ക് ഖനന മാഫിയകളിൽ നിന്നും കോൺഗ്രസ് വാങ്ങിക്കൂട്ടിയ കോടികളുടെ കണക്കുകൾ കാണുമ്പോൾ മാത്രം വല്ലാത്തൊരു മൗനമാണ്. ചോദ്യങ്ങൾ എപ്പോഴും ഒരു ഭാഗത്തേക്ക് മാത്രം തൊടുത്തുവിടുന്ന സ്മൃതിയുടെ ഈ വലതുപക്ഷ അജണ്ട നമ്മൾ സ്ഥിരം കാണുന്നത് കൊണ്ട് അസ്വാഭാവികതയൊന്നും നമുക്ക് തോന്നില്ല. എന്നാലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. പിന്നെ നമ്മൾ കാണുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ രൂപത്തിൽ വരുന്ന DYFI നേതാക്കളെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മറ്റൊരു രൂപമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇന്നലെ കണ്ടിട്ടുള്ളത്. ഇന്നലെയും DYFI പ്രവർത്തകരാണ് പെട്ടെന്ന് ഇരച്ചെത്തിയത്. അപ്പോൾ പാർട്ടി നേതാക്കൾ അന്വയിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഒരു ആഹ്വാനം നടത്തിയിട്ട് നമ്മളിതാ അങ്ങോട്ടേക്ക് പോവുകയാണ്, മാർച്ച് ചെയ്ത് പോവുകയാണ് എന്നൊരു ഒരു 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 പ്രതീതി സൃഷ്ടിച്ച് അവിടേക്ക് അണികളെ പ്രവർത്തകരെ എത്തിച്ചു കഴിയുമ്പോൾ പിന്നെ അനുനയ ശ്രമങ്ങൾ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിക്കാൻ ഉദ്ദേശിച്ച് തന്നെ ചെയ്തതാണ് എന്നുള്ളതാണ്. അതാണ് പാർട്ടിയിലെ മുഴുവൻ അണികളുടെയും മുഴുവൻ പ്രവർത്തകരുടെയും വികാരം എന്ന് പറയുന്നത് ശരിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. യൂത്ത് കോൺഗ്രസുകാർ നടുറോഡിൽ പോലീസിനെ തല്ലുകയും സമരം എന്ന പേരിൽ തെരുവിൽ അഴിഞ്ഞാടുകയും ചെയ്താൽ സ്മൃതിക്കത് ജനാധിപത്യ പ്രതിഷേധം. എന്നാൽ കേന്ദ്ര ഏജൻസികളുടെ നഗ്നമായ രാഷ്ട്രീയ വേട്ടയാടലിനെതിരെ ജനം സ്വാഭാവികമായി പ്രതിഷേധിച്ചാൽ അത് CPM ആസൂത്രണം ചെയ്ത അക്രമം. സ്മൃതിയുടെ ഈ ഇരട്ടത്താപ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് കേട്ടോ. സംഘപരിവാറിൻ്റെ തിരക്കഥയ്ക്ക് കേരളത്തിൽ ശബ്ദം നൽകുന്നത് സ്മൃതിയെപ്പോലുള്ള വലതുപക്ഷ മാധ്യമപ്രവർത്തകരാണ്. EDയെ ഉപയോഗിച്ച് കോൺഗ്രസ് നേതാക്കളെ വേട്ടയാടുമ്പോൾ വിലപിക്കുന്നവർ കേരളത്തിലെത്തുമ്പോൾ EDക്ക് സ്തുതി പാടുകയാണ്. കേന്ദ്ര ഏജൻസികളെ എങ്ങനെയാണ് മോദി സർക്കാർ ദുരുപയോഗം ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ കേസിൽ ഒരു സബ്സ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു മോദി സർക്കാർ കൊണ്ടുവന്ന കേസല്ലല്ലോ. ഇത് ശശിധരൻ കർത്തയ്ക്കെതിരെയായ കേസാണ്. ശശിധരൻ കർത്തയാണ് അങ്ങോട്ട് സമീപിച്ചല്ലേ, ഇന്ത്യൻ ബോഡിയെ അങ്ങോട്ട് സമീപിക്കുകയാണ് ചെയ്തത്. അവിടെ നിന്നാണ് പല രേഖകളായി കണ്ടെത്തിക്കൊണ്ട് അന്വേഷണം തുടങ്ങുന്നത്. അവിടെയാണ് വീണ തൈക്കണ്ണിലേക്ക് എത്തുന്നത്. നോക്കുക, എന്ത് വിരോധാഭാസമാണിത്. ഡൽഹിയിൽ ED ഫാസിസത്തിൻ്റെ ആയുധം, എന്നാൽ കേരളത്തിലെത്തുമ്പോൾ അത് സ്മൃതിക്കും കോൺഗ്രസിനും പുണ്യതീർത്ഥം. എക്സാലോജിക്കിൻ്റെ ഭാഗം കേൾക്കുക പോലും ചെയ്യാതെ പ്രാഥമികമായ സ്വാഭാവിക നീതി നിഷേധിച്ചുകൊണ്ടാണ് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് ഉത്തരവിറക്കിയത് എന്ന അടിസ്ഥാന സത്യം എന്തുകൊണ്ട് സ്മൃതി മറച്ചുവയ്ക്കുന്നു? കോൺഗ്രസിനെയും BJPയെയും ഒരുപോലെ സഹായിക്കാൻ വേണ്ടി വലതുപക്ഷ മാധ്യമങ്ങൾ ചമയ്ക്കുന്ന കള്ളക്കഥകളിൽ കഴമ്പ് കണ്ടെത്താൻ സ്മൃതിക്ക് മാത്രമേ കഴിയൂ. ഇതിൽ ടാക്സ് അടച്ചിട്ടുണ്ടല്ലോ എന്നൊരു വാദമൊക്കെ പാർട്ടി നേതാക്കൾ നടത്തുന്നുണ്ട്. പക്ഷേ ടാക്സ് അടച്ചു എന്ന് പറയുമ്പോഴും എന്താണ് സേവനം എന്ന് കൃത്യമായി പറയാൻ വീണ തൈക്കണ്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് SFIയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. നമുക്ക് ഈ റിപ്പോർട്ടിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ അറിയുകയുള്ളൂ. അതിലപ്പുറമുള്ള കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തേണ്ടതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയുള്ളൂ. സേവനത്തിന്റെ ഒരു രേഖ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ബാങ്ക് വഴി സുതാര്യമായി പണം കൈമാറി കൃത്യമായി GSTയും ആദായ നികുതിയും അടച്ച ഒരു IT കമ്പനിയുടെ കണക്കുകൾ പരിശോധിക്കാൻ സ്മൃതി എന്നാണ് IT ഓഡിറ്റർ ആയത്? അതോ മാധ്യമപ്രവർത്തനം മതിയാക്കി IT ഓഡിറ്റർ ആകാനുള്ള തയ്യാറെടുപ്പിലാണോ? ബിസിനസ് ആവശ്യങ്ങൾക്കായി 2 കമ്പനികൾ തമ്മിൽ ഉണ്ടാക്കുന്ന കരാറുകളിൽ സേവനം നൽകിയോ എന്ന് തീരുമാനിക്കേണ്ടത് അതത് കമ്പനികളാണ്. അല്ലാതെ ന്യൂസ് റൂമുകളിലിരുന്ന് വിധി പറയുന്ന അവതാരകരുടെ പണിയല്ല അത്. UDF നേതാക്കളുടെ മക്കൾക്കും ബിനാമികൾക്കുമുള്ള കടലാസ് കമ്പനികളുടെ കണക്കുകൾ ചോദിക്കാൻ ഈ പറയുന്ന മാധ്യമ ധാർമ്മികത എവിടെയായിരുന്നു ഒളിച്ചു വച്ചിരുന്നത്? അങ്ങനെ വായ്പ വാങ്ങാൻ വീണ തൈക്കണ്ടിയും ശശിധരൻ കർത്തയും തമ്മിൽ എന്താണ് ബന്ധം? ആ ബന്ധം എന്താണ്? പിണറായി വിജയനോടുള്ള ബന്ധമാണ്. പിണറായി വിജയൻ മാത്രമല്ല, നമുക്കറിയാം ശശിധരൻ കർത്ത, ഇവിടുത്തെ മുഴുവൻ മാധ്യമങ്ങൾക്ക് അറിയാവുന്നതാണ്. ശശിധരൻ കർത്ത എന്ന വ്യവസായി എങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയ നേതാക്കൾക്ക് നിർലോഭം സംഭാവനകൾ നൽകുന്നത്. അതെല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സ്വീകരിച്ചിട്ടുണ്ട്, പാർട്ടി ഫണ്ടായി സ്വീകരിച്ചിട്ടുണ്ട്. അതല്ലാതെ ചില മാധ്യമ പ്രവർത്തകർ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ശശിധരൻ കർത്തയ്ക്ക് അനുകൂലമായി ക്രിമിനൽ ഖനനവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ തിരിച്ചുവിടാൻ പണം സ്വീകരിച്ച മാധ്യമ പ്രവർത്തകരുണ്ട്, പണം സ്വീകരിച്ച മാധ്യമ സ്ഥാപനങ്ങളുമുണ്ട്. ഇതിലൊന്നും പെടാത്തായതുകൊണ്ട് നമുക്കത് വിശദമായി പറയാൻ കഴിയും. അപ്പോൾ ഇതിലൊന്നാം പ്രതി ശശിധരൻ കർത്തയാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുമായി, ഷേഡി ക്യാരക്ടർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിയുമായി പിണറായി വിജയൻ എന്താണ് ബന്ധം? സ്മൃതി തന്നെ സമ്മതിക്കുന്നു, കർത്ത എല്ലാ രാഷ്ട്രീയക്കാർക്കും മാധ്യമങ്ങൾക്കും പണം നൽകിയിട്ടുണ്ടെന്ന്. കണക്കുകൾ പരിശോധിച്ചാൽ കോടികൾ ഇലക്ട്രൽ ബോണ്ടായും പാർട്ടി ഫണ്ടായും കർത്തയിൽ നിന്നും കോൺഗ്രസും UDFും വാങ്ങിയിട്ടുണ്ട്. എന്നാൽ ഒരു IT സംരംഭക ബാങ്ക് വഴി നിയമാനുസൃതമായി വാങ്ങിയ ലോണിനെ മാത്രം ഭൂതക്കണ്ണാടി വെച്ച് നോക്കുന്നത് എന്തിനാണ്?
ഖനന മാഫിയകളിൽ നിന്നും കോൺഗ്രസ് വാങ്ങിയ കോടികളുടെ കണക്കുകൾ ചർച്ച ചെയ്യാൻ സ്മൃതിക്ക് നട്ടെല്ലുണ്ടോ എന്ന് ചോദിക്കുന്നില്ല, ചോദിച്ചിട്ട് കാര്യമില്ല. കോൺഗ്രസിൻ്റെ അഴിമതികളെ വെള്ളപൂശാൻ വേണ്ടി പിണറായി വിജയൻ്റെ കുടുംബത്തെ നിരന്തരം വേട്ടയാടുകയാണ് ഇവിടെ എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു വശത്ത് പാർട്ടി പറയുന്നു. അങ്ങനെയെങ്കിൽ എന്തിനാണ് പിണറായി വിജയന്റെ അഡ്രസ്സ് ഈ ബിസിനസ്സിൽ വീണ തൈക്കണ്ടി ഉപയോഗിച്ചത്? AKG സെന്ററിന്റെ അഡ്രസ്സ് ഉപയോഗിച്ചത്? അത് വിശദീകരിക്കണ്ടേ? AKG സെന്ററിന്റെ അഡ്രസ്സിലാണ് ഒരു ബിസിനസ് തുടങ്ങുക. അങ്ങനെയെങ്കിൽ അവർക്ക് കണ്ണൂരിൽ വീടുണ്ടല്ലോ, അഡ്രസ്സ് കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അഡ്രസ്സ് കൊടുക്കുന്നു. ആ അഡ്രസ്സ് അവിടെ ഉള്ളപ്പോൾ അത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് തന്നെ കണക്ട് ചെയ്ത് ചോദിക്കും. ഉറപ്പായിട്ടും അത് അങ്ങനെ ആ ചോദ്യം വരും. അതിന് മറുപടി കിട്ടേണ്ടതുണ്ട്. വീണ വിജയൻ മറുപടി നൽകിയിട്ടില്ല, പിണറായി വിജയൻ മറുപടി നൽകിയിട്ടില്ല. പുറത്തു വന്ന് മുഷ്ടി ചുരുട്ടി രാഹുൽ ഗാന്ധിക്കെതിരെ മറുപടി പറഞ്ഞാൽ അത് മറുപടിയാകുന്നില്ല. കമ്പനി രജിസ്റ്റർ ചെയ്ത ഏജൻസിക്ക് പറ്റിയ ഒരു ചെറിയ ക്ലറിക്കൽ പിഴവ് മാത്രമായിരുന്നു അത്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ നിയമപരമായി അത് തിരുത്തിയതുമാണ്. എന്നിട്ടും തിരുത്തപ്പെട്ട പഴയ ഒരു രേഖ വച്ച് ഇല്ലാത്ത ഗൂഢാലോചന തിയറി ചമയ്ക്കുന്ന സ്മൃതിയുടെയും വലതുപക്ഷത്തിൻ്റെയും ഗതികേട് ഒന്ന് ഓർത്തു നോക്കൂ. നിങ്ങളുടെ ഈ വില കുറഞ്ഞ മാധ്യമ വിചാരണകൾക്കും അസംബന്ധങ്ങൾക്കും മറുപടി പറയാൻ പിണറായി വിജയന് വേറെ പണിയില്ലേ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ CPM-നെ അസ്ഥിരപ്പെടുത്താമെന്ന UDF മോഹങ്ങൾക്ക് കുഴലൂതി കൊടുക്കുകയാണ് സ്മൃതി ഈ ചർച്ചയിലൂടെ ചെയ്തിരിക്കുന്നത്. മാധ്യമങ്ങൾ നിഷ്പക്ഷരാണെന്ന മുഖംമൂടിയൊക്കെ അഴിഞ്ഞു വീണ് കഴിഞ്ഞു. കോൺഗ്രസ് നേതാക്കൾക്കും BJP-ക്കുമെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ മൗനം പാലിക്കുകയും ഇടതുപക്ഷത്തിനെതിരെ ഇല്ലാത്ത കഥകൾ മെനയുകയും ചെയ്യുന്ന ഒരു മാധ്യമ സിൻഡിക്കേറ്റിനെ ജനം ഇപ്പോൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്.